ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അനു, ഞാൻ നിന്റെ അടുക്ക പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കാം. പൈസ ഞാൻ കൊടുത്തോളാം, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുകയേ വേണ്ട. ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കാര്യം. ഇങ്ങനെ നീ പറയാതെ, എൻ്റെ അച്ഛനല്ലേ. നാളെ ഈ നാട്ടുകാരെന്ത് പറയും? പോട്ടെ, നമ്മുടെ ബന്ധുക്കൾ എന്ത് പറയും? അതിനെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? നോക്ക് രാജീവ്, നിങ്ങൾ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബിസിനസ് തകർന്ന് നിങ്ങളുടെ അച്ഛൻ്റെ മകൻ്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ അച്ഛൻ സമ്പാദിച്ച ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് എൻ്റെ അച്ഛൻ്റെ ഔദാര്യം. അത് കണ്ടോളുമാർ കട്ടോണ്ട് പോകാൻ ഞാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട. അനു, നിങ്ങൾ ഇക്കാര്യത്തെ അവസാനമായ ഒരു തീരുമാനമെടുക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ എന്ത് തീരുമാനിക്കണമെന്ന് എനിക്കറിയാം. എന്താ കഴിച്ചില്ലേ? ഇന്നൊരു വിശപ്പ് തോന്നിയില്ല. ഇതൊക്കെ കഴിക്കണ്ടേ? മരുന്നെടുക്കട്ടെ. ഇതാച്ചാ. ഇന്ന് എന്തായിരുന്നു നമ്മുടെ പ്രശ്നം? ഓ, അതൊന്ന് ഉള്ളയല്ലേ എപ്പോഴും. കാപ്പി എടുക്കട്ടെ ഇപ്പോൾ? ഇന്നൊരു വിശപ്പങ്ങ് തോന്നുന്നില്ല. കിടക്കണോ? കുറച്ച് നേരം കൂടെ കിടക്കാം. എന്നാ കിടന്നോ. എന്നിട്ട് നമുക്ക് അടുത്ത ട്രിപ്പിന് എന്തായാലും ഒന്ന് നോക്കാം. പിന്നെ അവരൊക്കെ മോളെ കോപ്പ്. ഇയാളിതെന്തോ ചെയ്യുവാ ഇവിടെ. ഷോ, എന്തോ പറയാൻ. ഒന്ന് അടങ്ങിയിരുന്നൂടെ ഇവിടെ കാണാം. മോളെ മെനക്കെടുത്താനായിട്ട് പതുക്കെ പിടിക്കുക. എന്തോ ചെയ്യാനെന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഇങ്ങനെ വന്നിട്ടും പോയാൽ മതിയല്ലോ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഹലോ, നിങ്ങളുടെ അച്ഛനൊന്ന് വീണ്. അയ്യോ, എപ്പം? എങ്ങനെയാ വീണേ? ഇവിടെ ബാത്റൂമിലാണോ? വല്ലതും പറ്റിയോ? ഞാനിപ്പോൾ വരാം. നിങ്ങൾ വരുവോ വരാതിരിക്കോ എന്ത് വേണം ചെയ്തോ. ഇപ്പോൾ ഒന്നും പറ്റിയില്ല. നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതെൻ്റെ ഉത്തരവാദിത്വമല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിന്നൊരു തീരുമാനം ഉണ്ടാക്കണം. എത്താറായോ മോനെ? ഇല്ല ചാ, നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. ഇതെവിടെയാടാ സ്ഥലം? അച്ഛനിങ്ങ് ഇറങ്ങി വാ. ഇതെവിടെയാന്ന് നോക്കി. അച്ഛന് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? കടൽ കാണിക്കാൻ അച്ഛൻ എന്നെ എപ്പോഴും ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഒരു പ്രാവശ്യം ഇവിടെ നിറയെ ആൾക്കാരായിരുന്നു. പള്ളിപ്പെരുന്നാളായിരുന്നു. പള്ളിപ്പെരുന്നാളിന് അച്ഛൻ എനിക്ക് ഒരുപാട് കളിപ്പാട്ടം മേടിച്ചു തന്നു. പക്ഷേ അന്ന് കളിപ്പാട്ടവുമായി എന്നെ കാണാതായപ്പം അച്ഛൻ എന്നെ ഒരുപാട് അന്വേഷിച്ചു. അതിനുശേഷം അച്ഛൻ ഭയങ്കര വിഷമായി.
ആ എത്തിയോടാ? ആ എത്തി, വാ അച്ഛാ. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ അല്പം തിരക്കിലായിരുന്നു. അതെ അതെ, എനിക്ക് നൈറ്റ് ജോസേ, ആ രാജീവേ, വാ ഇരിക്ക്. പിന്നെ എന്തുണ്ട് വിശേഷം? അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ടോ? അച്ഛൻ വന്നിട്ടുണ്ട്. ആ, അച്ഛൻ വരെ സമ്മതിച്ചു അല്ലേ? ഞാനെല്ലാം എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ടേ. പിന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ടായിരുന്നു. ആ. അപ്പോൾ ഞാനേ ഇവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. ഓ ഇവിടെ ഒപ്പിടണം. ഓ ഇവിടെ അവിടെ തന്നെ ഇവിടെ ഒപ്പിട്ടാൽ മതിയോ? അതുപോലെ താക്കോലെടുക്കാം. റൂം നമ്പർ 10, 10-ാം നമ്പർ മുറി. ഇവിടുന്ന് നേരെ റൈറ്റ് പോയിട്ട് ഫസ്റ്റ് കാണുന്ന മുറി. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, കാണാം. ഓക്കെ. അച്ഛാ വാ അവിടെ. അച്ഛാ അകത്തേക്ക് വാ, ഇതാ റൂം. വാ അച്ഛാ. ഇരിക്കേ. സമയം ഒത്തിരിയായി, അവൾ തന്നെയല്ലേ ഉള്ളൂ. മോൻ എന്ന പൊക്കോ. ശരി അച്ഛാ, ഞാൻ ശരി. ഇതെന്നാ നീ പോകുന്നില്ലേ? മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണേ അച്ഛാ. മരുന്നൊക്കെ കഴിച്ചോളാടാ. ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കുമോ? ഞാൻ കഴിച്ചോളാടാ. ഞാനൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നീ വിഷമിക്കണ്ട മോനെ, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാ. ബിസിനസ് തുടങ്ങിയപ്പോൾ നിൻ്റെ അമ്മ പറഞ്ഞു വളരെ ആലോചിച്ച് ചെയ്യേണ്ടതായിരുന്നു. എൻ്റെയിലും കുറ്റമുണ്ട്, വേണ്ടത്ര ശ്രദ്ധ വന്നില്ല. സമയം ഒത്തിരിയായി, അവൾ തന്നല്ലേ ഉള്ളൂ. പൊയ്ക്കോ. മോൻ പോയല്ലേ? പോയി. വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ആ, നല്ലൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡിനൊന്നും ഒരു കുറവില്ല. അടുത്ത് തന്നെ ആശുപത്രിയുണ്ട്, നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഞാനില്ലേ കൂടെ, രാജീവിൻ്റെ അടുത്ത സുഹൃത്തും കൂടെയാണ് ഞാൻ. ശരി. എന്നാൽ ശരി. ആലത്തൂരൊരു നല്ല ഓൾഡ് ഏജ് ഹോമുണ്ട്.
നല്ല സർവീസാന്നാണ് കേട്ടത്. അതൊക്കെ നീ അന്വേഷിച്ചോ? ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അന്വേഷിച്ചില്ല, ഞാൻ അന്വേഷിക്കുമെന്ന്. എൻ്റെ അച്ഛൻ്റെ കാര്യം നീയാന്ന് അന്വേഷിക്കുന്നത്? വേണ്ട, സ്വന്തമായിട്ട് തീരുമാനം എടുത്തോ. പക്ഷെ അത് ഇവിടെ വേണ്ട, ഈ വീടിന് പുറത്ത്. ദേ അനു, രാജീവേ, എന്നെ ഓർത്ത് നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. എനിക്കൊരിടത്തേക്ക് മാറി താമസിക്കാൻ ഒരു വിഷമവുമില്ല. വന്നേ, ഒരു കാര്യം പറയട്ടെ. സാറേ, സാറിൻ്റെ ഹോം നേഴ്സ് എത്തിയിട്ടുണ്ടേ. മോനെ, അപ്പൊ നീ പോയില്ലേ? ഹോം നേഴ്സ് എന്ന് പറഞ്ഞിട്ട്? ഹോം നേഴ്സ് ഇവിടെ ഉണ്ടല്ലോ, തേ കണ്ടില്ലേ? ഞാൻ തന്നെയാണ് അച്ഛൻ. അച്ഛനെ നോക്കാൻ വന്ന ഹോം നേഴ്സ് ഞാൻ തന്നെയാണ്. ഞാൻ നോക്കിക്കോളാം അച്ഛനെ. അപ്പൊ നമ്മുടെ അനുവിന്റെ കാര്യമോ? നമ്മളെ മനസ്സിലാക്കാതെയും പരിഗണിക്കാതെയും ഇരിക്കുന്ന ആളിലൂടെ എത്ര നാളാണ് അച്ഛൻ. ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ശരി ഇതാണ്, മറ്റൊന്നിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല.